ഈശോയിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾ ഈ ക്യാമറ ഫ്രെയിമിൽ എന്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്? നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുന്നുണ്ട്, പുറകിലെ പച്ചപ്പും അങ്ങനെ മറ്റു പലതും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാണുന്നതൊന്നും ഇവിടെ ഇല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ് എന്ന് നിങ്ങൾക്ക് തോന്നും. കാരണം നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്കിതെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. കാണാൻ പറ്റാത്ത ഒരു ദൈവ സാന്നിധ്യം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെയും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയും ഒപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങളുടെ കണ്ണുകൊണ്ട് നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. കാണാത്തത് വിശ്വസിക്കുന്നവൻ ഭാഗ്യവാനെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു തിരുനാളിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. പുതുഞായറിൽ കാണുന്നത് വിശ്വസിക്കാൻ എളുപ്പമാണ്, കാണാത്തതാണ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്ന് ഈ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാണാത്തതിനെ എന്തിനെങ്കിലും നമ്മൾ വിശ്വസിക്കണമോ? നമ്മുടെ വിശ്വാസത്തിൻ്റെ, പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാണാവുന്നതിനും അപ്പുറം കാണപ്പെടാത്തതിനെ വിശ്വസിക്കുന്നതിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഉദാഹരണം, നമ്മുടെ കൂദാശകൾ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒരു പുരോഹിതൻ ഒരപ്പത്തെ ഇത് കർത്താവിൻ്റെ ശരീരമാണെന്ന് പറഞ്ഞ് നൽകുമ്പോൾ ആ അപ്പത്തെ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ കുമ്പസാരക്കൂട്ടിൽ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു പുരോഹിതൻ പറയുമ്പോൾ ആ പാപമോചനവും നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളോട് സംസാരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയും ഒപ്പം ഒരു ദൈവ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പാടാണ്. കാരണം നമുക്കിതൊന്നും കാണാൻ സാധിക്കുന്നില്ല. സ്നേഹമുള്ളവർ, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതയും അതാണ്. കാണപ്പെടുന്നതിനെ വിശ്വസിക്കാൻ എളുപ്പമാണ്, എന്നാൽ കാണാത്തതിനെ വിശ്വസിക്കാനാണ് ചലഞ്ച് എന്നുള്ളത്. വിശ്വാസം എന്നതിന് ഹെബ്രായ ലേഖനം നൽകുന്ന ഡെഫിനിഷൻ 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്കറിയാം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. അതെ, കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യമാണ് വിശ്വാസം. അപ്പോൾ ഈ പുതുഞായറിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വിശ്വാസത്തെ കുറെ കൂടെ ഒന്ന് പുതിയതാക്കാം. നമ്മുടെ വിശ്വാസ സത്യങ്ങളിലെല്ലാം പലതും കാണപ്പെടാത്തതാണ്. ആ കാണപ്പെടാത്തവയെ വിശ്വസിക്കാനുള്ള ഒരു കൃപയ്ക്കായി നമുക്ക് ഈ പുതുഞായറിൽ പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ആ വിശ്വാസത്തിൻ്റെ ഡെഫിനിഷൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. എല്ലാവർക്കും പുതുഞായറിൻ്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ ഏറെ സ്നേഹപൂർവ്വം നേരുന്നു.